ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ രണ്ടുപേരും കൈയൊക്കെ കൊട്ടിക്കൊണ്ടിരിക്കുക. സെക്കൻഡുകളോട് തന്നെ സീനൊക്കെ ആകെ മാറി. ചെറിയ കുട്ടികളുടെ കൂടെയുള്ള നിമിഷങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്. അവരുടെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചെറിയ കുട്ടികളുടെ കാര്യത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ആണെങ്കിൽ ഒരു 7 മാസമൊക്കെ ആയപ്പോൾ തന്നെ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉള്ള അടി തുടങ്ങി. ചില സമയങ്ങളിൽ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. ഇത് കണ്ടോ, ചെറിയ കുട്ടികളും ഒരു 10 മാസമുള്ളപ്പോൾ എടുത്തതാണ്. രണ്ടുപേരും കാര്യമായ എന്തോ പണിയില്ല. ഞാൻ രണ്ടുപേരും പേര് വിളിച്ചപ്പോൾ തന്നെ രണ്ടുപേരും തിരിഞ്ഞു നോക്കി ഇങ്ങോട്ട് വരുക. കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ വിളിക്കുമ്പോൾ അവസ്ഥ ഇതാ. ഇതിൽ നല്ല കൂട്ടായിട്ടിരിക്കുമ്പോൾ നമുക്കിത് ഈ കയ്യെ പിടിച്ചുള്ള നടത്താൻ കാണാം. ചേട്ടാന്നൊക്കെ വിളിച്ച് കുഞ്ഞു പിള്ളേർ ചേട്ടന്മാരെ കൊണ്ട് പോകുന്നതും കാണാം. കുറച്ച് നേരമൊക്കെ എല്ലാവരും കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കും. 4 പേരും വീട്ടിലുള്ള ദിവസമാണെങ്കിൽ കളിപ്പാട്ടങ്ങൾക്കായിട്ട് എപ്പോഴെങ്കിലും ഒരു വഴക്കുണ്ടാവും, ഉറപ്പാണ്. ഇത് കണ്ടോ, രണ്ടുപേരും ഒരു ബുക്കിൻ്റെ 2 സൈഡിൽ നിന്നാണ് പെയിൻറ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ചിലപ്പോഴേ കാണാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ഇതൊക്കെ കണ്ട് സമാധാനപ്പെട്ട് സന്തോഷിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് സീൻ മാറുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി വഴക്ക് തുടങ്ങാൻ. വഴക്ക് കൂടി ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമൊക്കെ എടുത്തിട്ടൊരു ഏറാ. ഇപ്പം തലകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ആരുടെയെങ്കിലുമൊക്കെ മുഖത്ത് എപ്പോഴും പരിക്കാം. എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കാനാണെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടാം. ടാപ്പ് തുറന്നിട്ട് വെള്ളത്തിൽ കളിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കളിപ്പാട്ടോ അടിച്ചു പൊട്ടിക്കാനോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു വഴക്കുമില്ല. അതേപോലെ വഴക്കില്ലാത്ത സമാധാനമായിട്ടുള്ളൊരു സമയം കൂടിയുണ്ട്. എപ്പോഴാണെന്നല്ലേ, വൈകുന്നേരത്തെ സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടി വഴിയിലേക്കുള്ള നടപ്പ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചെരുപ്പൊക്കെ പെട്ടെന്നിട്ട് ഓടി റോട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അതെല്ലാവരും എൻജോയ് ചെയ്യുന്നൊരു സമയമാണ്. മിക്കവാറും അമൃതം പൊടി കൊണ്ടുള്ള അവലോസുടി തന്നെ ആയിരിക്കും ആ സമയത്തെ സ്നാക്സ്. അവലോസുടിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്, ഇവിടെ ലിങ്ക് ഇട്ടേക്കാം. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് കൂടി ബാക്കി കിടപ്പുണ്ട്. എന്താണെന്നല്ലേ, ബാത്ത് ടൈം. മിക്കവാറും 4 പേരെയും ഒരാൾ തന്നെ ആയിരിക്കും കുളിപ്പിക്കാം. ഒരാൾ തലയിൽ വെള്ളം വീണാൽ ചാടി നമ്മുടെ മടി കയറിയിരിക്കും. 4 പേരെ കുളിപ്പിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ മുഴുവൻ നനഞ്ഞിരിക്കും. കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഫുൾ പവറിലാണ്. മിക്കവരും പറയും ട്വിൻസും അതേപോലെ തന്നെ 4 കുട്ടികളൊക്കെ ആയിട്ട് നല്ല രസമല്ലേ എന്ന്. ശരിയാ, ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ ഇപ്പോൾ ലൈഫ് പോകുന്നത്. ഫുള്ളി അൺപ്രഡിക്റ്റബിൾ.